ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം പലപ്പോഴും ഒരു വ്യക്തിപരമായ തീരുമാനം എന്നതിലുപരി ഒരു നിശ്ചിത സമയപരിധിയുടെ ഫലമായാണ് കണക്കാക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സമൂഹം തീരുമാനിച്ച സമയക്രമം അനുസരിച്ച് ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരാകാൻ കടുത്ത സമ്മർദ്ദം പല സ്ത്രീകൾക്കും നേരിടേണ്ടി വരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ സ്ത്രീകളും ഈ പരമ്പരാഗത ചിന്താഗതിയെ ചോദ്യം ചെയ്യുകയാണ്. ഒരു ദീർഘകാല പ്രതിബദ്ധതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർ സ്വയം കണ്ടെത്തലിനും തൊഴിൽപരമായ വളർച്ചയ്ക്കും വൈകാരിക പക്വതയ്ക്കും സ്വതന്ത്രമായ ജീവിതത്തിനും മുൻഗണന നൽകുന്നു. സ്വന്തം വേഗതയിൽ ആവശ്യമെങ്കിൽ മാത്രം വിവാഹം കഴിക്കുന്നത് എങ്ങനെ സ്വീകാര്യവും അതിലുപരി സ്വാതന്ത്ര്യവും നൽകുന്നു എന്നതാണ് ഇനി വിശദീകരിക്കുന്നത്. വിവാഹത്തെ ഒരു സാംസ്കാരികമായ അവസാന ലക്ഷ്യമായി കാണാതെ ഒരു വ്യക്തിപരമായ നാഴികക്കല്ലായി ആഘോഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അനുയോജ്യമായ പ്രായം എന്ന ഒരു സാമൂഹിക സമയക്രമത്തിന്റെ കെണിയിലാണ് ഇന്ന് പലരും. ഈ സമയക്രമം വൈകാരിക വികസനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, വ്യക്തിപരമായ തയ്യാറെടുപ്പ് തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അവഗണിക്കുന്നു. യുവതികളോട് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ടെന്നും ഉടൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നോട്ട് പോകുമെന്നും പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ ഒരു സ്ത്രീയുടെ മൂല്യം പ്രായത്തിനനുസരിച്ച് കുറയുന്നുവെന്നും വിവാഹമാണ് അവളുടെ നേട്ടങ്ങളുടെ പാരമ്യമെന്നുമുള്ള ധാരണയെ പിന്തുണയ്ക്കുന്നു. ഇതിന്റെ ഫലമായി പല സ്ത്രീകളും വിവാഹത്തിന് മുൻഗണന നൽകാൻ നിർബന്ധിതരാകുന്നു. ജീവിതം എല്ലാവർക്കും ഒരേ രീതിയിലല്ല വികസിക്കുന്നത്. ചില സ്ത്രീകൾക്ക് മുൻബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനോ അവരുടെ അഭിനിവേശങ്ങൾ പിന്തുടരാനോ അല്ലെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താനോ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. വിവാഹത്തിലേക്ക് തിടുക്കം കാണിക്കാതിരിക്കുന്നത് ഒരു തരം വിപ്ലവമല്ല, മറിച്ച് വിവേകപൂർണവും സ്വയം ബോധമുള്ളതുമായ ഒരു തീരുമാനമാണ്. ഒരു സ്ത്രീയുടെ വിജയം എന്നത് ചെറുപ്പത്തിൽ തന്നെയുള്ള വിവാഹമോ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ അവരെ എങ്ങനെ നിറവേറ്റുന്നു എന്നിവയിലോ ഒതുങ്ങേണ്ടവയല്ല. പകരം ആജീവനാന്ത പ്രതിബദ്ധതകൾക്ക് മുമ്പ് തൊഴിൽപരമായും വൈകാരികമായും ആത്മീയവുമായുമുള്ള സ്വയം വികസനത്തിന് ഇടം നൽകുന്നതിലാവണം ജീവിതത്തിന്റെ നേട്ടങ്ങളും വിജയവുമെല്ലാം അളക്കാൻ. സ്ത്രീകൾ വെല്ലുവിളി നിറഞ്ഞ കരിയർ പിന്തുടരുന്നതും സർഗാത്മകമായ അഭിനിവേശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുമെല്ലാം സ്വന്തം വ്യക്തിത്വത്തിന്റെ വികസനത്തിനൊരു നിക്ഷേപമായിട്ടാണ്. സ്വയം കണ്ടെത്തലിന്റെ ഈ യാത്ര ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം, വൈകാരിക പക്വത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവയെല്ലാം ബന്ധങ്ങൾക്ക് ഗുണകരമാവുകയുള്ളൂ, അല്ലാതെ ദോഷകരമാവുകയില്ല. എനിക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു കൃത്യമായ ഉത്തരം ഇല്ലാത്ത പക്ഷം വിവാഹം പോലുള്ള ദീർഘകാല പ്രതിബദ്ധതയിലേക്ക് കാലെടുത്ത് വയ്ക്കരുത്. സ്വയം മുൻഗണന നൽകുന്നത് പലപ്പോഴും സമൂഹം സ്വാർത്ഥതയായി ചിത്രീകരിക്കുന്നു. എന്നാൽ അതിനെ മാറ്റി എഴുതുകയാണ് പുതിയ തലമുറ. അവർ പ്രതിബദ്ധതയ്ക്ക് തയ്യാറാകുമ്പോൾ അത് സമ്മർദ്ദത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആകില്ല. പകരം ഇനി ഒരു പുതിയ അധ്യായത്തിന് സമയമായി എന്ന് അവർക്ക് ഉറച്ച ബോധ്യമുള്ളപ്പോൾ ആകും. എന്നാൽ വിവാഹം കഴിക്കാൻ ശരിയായ പ്രായം എന്നൊന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അത് തന്നെയാണ് നിങ്ങളുടെ ശരിയായ പ്രായം. അത് സമൂഹം പറയുന്നത് പോലെ സ്ത്രീകൾക്ക് ഏർലി 20s അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ലേറ്റ് 20s ഒന്നുമല്ല. അത് ഓരോരുത്തർക്കും ഓരോന്നാകും. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ, സാമൂഹിക സമയക്രമങ്ങൾ, സമപ്രായക്കാരുമായുള്ള താരതമ്യങ്ങൾ എന്നിവയെല്ലാം ഒരു പ്രത്യേക പ്രായത്തിൽ സെറ്റിൽ ചെയ്യാൻ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. മറ്റുള്ളവർ തന്നെ ജഡ്ജ് ചെയ്യുമോ, താൻ സമൂഹത്തിൽ വിലയില്ലാത്തവളായി മാറുമോ, ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം പല തെറ്റായ തീരുമാനങ്ങൾക്കും കാരണമായേക്കാം. വൈകാരികമായ തയ്യാറെടുപ്പാണ് ദീർഘകാലം നിലനിൽക്കുന്ന സംതൃപ്തമായ ഒരു വിവാഹത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം. നിങ്ങൾ ആരാണെന്നും ഒരു പങ്കാളിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും അറിയുക. കൂടാതെ നിങ്ങളുടെ ജീവിതം മറ്റൊരാളുമായി പങ്കിടാൻ മാനസികമായും വൈകാരികമായും തയ്യാറാവുക. ഇതിനൊക്കെ കുറച്ച് സമയമെടുത്തേക്കാം. പക്ഷെ അത് വിശ്വാസം, ആശയവിനിമയം, പരസ്പര ധാരണ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു. സാമൂഹിക സമ്മർദ്ദമല്ല, വൈകാരിക തയ്യാറെടുപ്പാണ് ദീർഘകാല പങ്കാളിത്തം സൃഷ്ടിക്കുന്നത്. സ്ത്രീകൾ സാമൂഹിക കോലാഹലങ്ങൾക്ക് മുകളിൽ അവരുടെ വ്യക്തിപരമായ യാത്രകൾക്ക് മുൻഗണന നൽകുമ്പോൾ അവർ വിജയത്തെ പുനർനിർവചിക്കുന്നു. കൂടാതെ മറ്റുള്ളവരെയും അതേ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രചോദിപ്പിക്കുന്നു.